നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ് ഇല്ലുസ്ട്രേറ്റ് ദ സബ്നെറ്റിംഗ് കൺസെപ്റ്റ്. എ കമ്പനി ഈസ് ഗ്രാൻറ്റഡ് ദ സൈറ്റ് 181.56.00. അപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് ക്ലാസ് ബി ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കമ്പനി നീഡ്സ് 1000 സബ്നെറ്റ്സ്. ആ കമ്പനിക്ക് എന്താണ് 1000 സബ്നെറ്റ്സ് ആണ് നീഡ് ആയിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്നെറ്റ് പോസിബിൾ. നമുക്ക് നമ്പർ ഓഫ് സബ്നെറ്റ്സ് എത്രയാണ് പോസിബിൾ എന്നുള്ളതും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഹോസ് വിച്ച് ക്യാൻ ബി കണക്റ്റഡ് ഇൻ ഈച്ച് സബ്നെറ്റ്. ഓരോ സബ്നെറ്റിലും എത്രത്തോളം സബ്നെറ്റ്സ് ഓരോ ഹോസ്റ്റിലും നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ളതും എന്ത് ചെയ്യണം നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മുടെ സബ്നെറ്റിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 181.56.00 എന്നുള്ളതാണ് നമ്മുടെ സബ്നെറ്റിംഗ് ആയിട്ടുള്ള അഡ്രസ്സ്, IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് ക്ലാസ് ബിയിലാണ്. ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നതും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 16 ആണ്. ഇനി എത്ര 1000 സബ്നെറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം ഇതിന് വേണം. നമ്മൾ ഇതിൽ നിന്ന് ബോറോ ചെയ്യുന്നത് എത്രയാണ് 1000 സബ്നെറ്റ്സ് ആണ്. നമുക്കിത് ബോറോ ചെയ്യാൻ നമ്മൾ പൊതുവെ ചെയ്യുന്ന സമയത്ത് എന്താണ് 2 പവേഴ്സ് എത്രത്തോളം ഗ്രേറ്റർ ദാൻ 1000 ഈ ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക നമ്മളിതിൽ നിന്ന് ബോറോ ചെയ്യണം. സബ്നെറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 2n ഗ്രേറ്റർ ദാൻ 1000. അതായത് നമുക്ക് 2 പവേഴ്സ് നോക്കുക, അതിൽ ഗ്രേറ്റർ ദാൻ 1000 ആയിട്ടുള്ള എന്ത് ചെയ്യണം നമ്മൾ എടുക്കണം. അത്രയും ബിറ്റ്സ് എന്ത് ചെയ്യണം നമുക്ക് ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് 2⁹ എന്ന് പറയുന്നത് 512 ആണ്. അത്രയും പോരാ, നമുക്ക് എന്ത് വേണം 1000 വേണം. അപ്പം 2⁻10 കൊടുക്കുന്ന സമയത്ത് 1024 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്താണ് സഫിഷ്യൻ്റ് ആണ്. നമുക്കെന്ത് പറയാം സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്താണ് n = 10 ബിറ്റ്സ്. എത്രയും ബിറ്റ്സ് എന്ത് ചെയ്യണം നമ്മൾ ബോറോ ചെയ്യണം. ഇത്രയും ബിറ്റ്സ് നമ്മൾ ബോറോ ചെയ്യണം. ഇത്രയും ബിറ്റ്സ് n = 10 ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം ബോറോ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നോക്കാറ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഹോസ് പെർ സബ്നെറ്റ്. നമുക്കിപ്പം എത്ര ബിറ്റ്സ് ബോറോ ചെയ്യണം, 1000 സബ്നെറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 10 ബിറ്റ്സ് നമ്മൾ ബോറോ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഇതിലുള്ളത് എന്താണ് ടോട്ടൽ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പോർഷൻ. ടോട്ടൽ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പോർഷൻ. ഹോസ്റ്റിൽ നമുക്ക് ടോട്ടൽ ബിറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത് 16 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് എന്താണ് 10 നമുക്ക് ബോറോ ചെയ്യണം. അപ്പം 16 - 10 = 6. സോ നമുക്ക് നമ്പർ ഓഫ് ഹോസ് പെർ സബ്നെറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം പെർ സബ്നെറ്റ് 2 നമുക്ക് കിട്ടിയിട്ടുള്ള ബോറോ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് 2⁻6 - 2 ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഹോസ് പെർ സബ്നെറ്റ് വേണമെന്നുള്ളത് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ സബ്നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് എന്ന് പറയുന്നത് 16 ആണ്. നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യണം 10 ബിറ്റ്സ് ബോറോ ചെയ്യണം. 16 - 10 6 ആണ്. ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ സബ്നെറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം 2n - 2 എന്നുള്ളൊരു ഫോർമാറ്റാണ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 2⁻6 - 2 = 62 ആണ് നമുക്കതിൻ്റെ ആൻസർ വരിക. ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് ടോട്ടൽ നമ്പർ ഓഫ് സബ്നെറ്റ്സ് പോസിബിൾ.
ടോട്ടൽ നമ്പർ ഓഫ് സബ്നെറ്റ് പോസിബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിബിൾ വിൽ ബി 2:10. നമ്മൾ 10 ആണ് ബോറോ ചെയ്തത്. ടോട്ടൽ നമ്പർ ഓഫ് സബ്നെറ്റ്സ് എന്തായിരിക്കും? 1024 സബ്നെറ്റ്സ് ആയിരിക്കും ചെയ്തത്. നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ടോട്ടൽ പോസിബിൾ ആയിട്ടുള്ള എന്താണ്? 2:10 സബ്നെറ്റ്സ്.